നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. അരുവിക്കരയിൽ നിന്ന് നഗരത്തിലേക്ക് ശുദ്ധജലം കൊണ്ടുവരുന്ന വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈനിൽ വാൽവ് തകരാറായതിനെ തുടർന്ന് പുതിയ വാൽവ് സ്ഥാപിക്കുന്ന പ്രവൃത്തി നടത്തുന്നതിനായി അരുവിക്കര 86 MLD ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ഈ മാസം 8-ാം തീയതി രാത്രി 8 മണി മുതൽ 9-ാം തീയതി രാവിലെ 4 മണി വരെ നിർത്തിവെക്കുന്നതിനാൽ പേരൂർക്കട, ഹാർവിപുരം, NCC റോഡ്, പേരാപ്പൂർ, പാതിരപ്പള്ളി, ഭഗത് സിംഗ് നഗർ, ചൂഴമ്പാല, വയലിക്കട, മാടത്തുനട, നാലാഞ്ചിറ, ഇരുപ്പുകുഴി, മുക്കോല, മണ്ണന്തല, ഇടയിലേക്കോണം, അരുവിയോട്, ചെഞ്ചേരി, വഴയില, ഇന്ദിരാനഗർ, ഊളംപാറ, പൈപ്പിൻമൂട്, ശാസ്തമംഗലം, വെള്ളയമ്പലം, കവടിയാർ, നന്ദൻകോട്, കുറവൻകോണം, പട്ടം, പൊട്ടക്കുഴി, മുറിഞ്ഞപാലം, ഗൗരീശപട്ടം, കുമാരപുരം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, കേശവദാസപുരം, പരുത്തിപ്പാറ, മുട്ടട, അമ്പലമുക്ക്, ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ്, ഗാന്ധിപുരം, ചെമ്പഴന്തി, പൗടിക്കോണം, കേരളാദിത്യപുരം, കട്ടേല, മൺവിള, മണക്കുന്ന്, അലത്തറ, ചെറുവയ്ക്കൽ, ഞാണ്ടൂർകോണം, തൃപ്പാദപുരം, ചേങ്കോട്ടുകോണം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, CRPF ക്യാമ്പ്, പള്ളിപ്പുറം, പുലേനാർകോട്ട, പ്രശാന്ത് നഗർ, പോങ്ങുമൂട്, ആറ്റിപ്ര, കുളത്തൂർ, പൗണ്ട് കടവ്, കരിമണൽ, കുഴിവിള, വെട്ടുറോഡ്, കാട്ടായിക്കോണം എന്നീ പ്രദേശങ്ങളിലെ ശുദ്ധജല വിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. ശബരിമലയിൽ വിപുല സൗകര്യങ്ങൾ ഒരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും പാർക്കിംഗ്, വിരിവയ്ക്കാനും വിരി നിൽക്കാനും സ്ഥലം, അരവണ, അന്നദാനം, കുടിവെള്ളം, ടോയ്ലറ്റുകൾ തുടങ്ങി എല്ലാ മേഖലയിലും കൂടുതൽ സൗകര്യമൊരുക്കും. നവംബർ 16-ന് മണ്ഡലകാലം ആരംഭിക്കും മുമ്പ് എല്ലാ സൗകര്യങ്ങളും പൂർത്തിയാക്കും. മുൻ വർഷങ്ങളിലുണ്ടായ ചെറിയ അസൗകര്യങ്ങളും പരാതികളും മുൻകൂട്ടി കണ്ടാകും നടപടി. ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സൗകര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ലക്ഷ്യം പരാതിരഹിത തീർത്ഥാടനം. നിലയ്ക്കലിൽ പാർക്കിംഗ് 10,000 ആക്കും. കോടതിയുടെ അനുവാദത്തോടെ പമ്പയിൽ 2000 ചെറുവാഹനങ്ങളുടെ പാർക്കിങ്ങിന് ശ്രമിക്കും. എരുമേലിയിൽ ഹൗസിംഗ് ബോർഡിന്റെ 6.5 ഏക്കർ പാർക്കിങ്ങിനായി ഉപയോഗപ്പെടുത്തും. നിലയ്ക്കലെ തിരക്കും വിജനമായ സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. ശരംകുത്തിയിൽ വിശ്രമിക്കാൻ 18 ഹോളും 164 ശൗചാലയങ്ങളും നിലവിലുണ്ട്. 18-ന് അരവണ ഉൽപാദനം ആരംഭിക്കും. 1 കോടി അരവണ ക്യാനുകൾ സ്റ്റോക്കുണ്ട്. ദേവസ്വം തന്നെ അന്നദാനം നടത്തിയാൽ മതിയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ചന്ദ്രാനന്ദൻ റോഡിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ കസേരകൾ, വിരിവയ്ക്കാൻ 3000 പേർക്ക് കൂടി താൽക്കാലിക പന്തൽ, ആകെ 6000 ആകും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി AC വെയിറ്റിംഗ് ആൻഡ് ഫീഡിംഗ് ഹാൾ എന്നിവ സജ്ജമാക്കും. കുടിവെള്ള വിതരണത്തിന് പമ്പയിൽ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ നൽകും. നടപ്പാതയിൽ നിശ്ചിത ദൂരത്ത് 60 കുടിവെള്ള കൗണ്ടറുമുണ്ട്. ശരംകുത്തി മുതൽ ജ്യോതിനഗർ വരെ ചുക്കുവെള്ളവും ബിസ്ക്കറ്റും നൽകുമെന്നും ചുക്കുവെള്ള ബോയിലറിന്റെ ശേഷി വർദ്ധിപ്പിച്ചെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാരും ദേവസ്വം ബോർഡും പിന്മാറണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി C ബാബു ആവശ്യപ്പെട്ടു. ശബരിമലയിലെ ഓൺലൈൻ രജിസ്ട്രേഷൻ 80,000 നിജപ്പെടുത്തുന്നതും സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതാക്കുന്നതും അയ്യപ്പ ഭക്തരുടെ താൽപര്യത്തിന് വിരുദ്ധമാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വത്ത് ശേഖരത്തിൽ 1 ടൺ സ്വർണവും 2053 കോടി രൂപ സ്ഥിര നിക്ഷേപവും. ഗുരുവായൂർ ദേവസ്വത്തിന് സ്വന്തമായുള്ളത് 1 ടണ്ണിലേറെ സ്വർണം. റിസർവ് ബാങ്കിന്റെ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിൽ മാത്രം 869 കിലോ സ്വർണമാണ് ദേവസ്വം നിക്ഷേപിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന് വിവിധ ദേശസാൽകൃത ബാങ്കുകളിലായി 2053 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമുണ്ടെന്നും 271 ഏക്കർ ഭൂമി സ്വന്തമായുണ്ടെന്നുമാണ് വിവരം. ലഭ്യമായ രേഖകൾ പ്രകാരം 1084.76 കിലോ സ്വർണമാണ് ഗുരുവായൂർ ദേവസ്വത്തിന് സ്വന്തമായിട്ടുള്ളത്. 869.2 കിലോ SBIയുടെ 4 സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. സ്ഥിര നിക്ഷേപം, സ്വർണ്ണ നിക്ഷേപം എന്നിവ വഴി SBIയിൽ നിന്ന് മാത്രം കഴിഞ്ഞ സാമ്പത്തിക വർഷം 7 കോടിയിലേറെ രൂപ പലിശ ഇനത്തിൽ ദേവസ്വത്തിന് ലഭിച്ചു. അതിനു മുൻ വർഷങ്ങളിൽ 6.5 കോടിയിലേറെ രൂപയാണ് പലിശ ലഭിച്ചിരുന്നത്. നിത്യോപയോഗ ആവശ്യത്തിന് 141.16 കിലോ സ്വർണമാണ് ദേവസ്വത്തിന്റെ കൈവശമുള്ളത്. കല്ലുകൾ പതിച്ച 73.93 കിലോ വേറെയും ഉണ്ടെന്നാണ് ലഭ്യമായ വിവരങ്ങൾ. നവരാത്രി 4-ാം ദിനത്തിൽ കൊട്ടാരക്കരയെ ഭക്തിസാന്ദ്രമാക്കി ഗണേശം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ 4-ാം ദിനം ഡോക്ടർ ലക്ഷ്മിപ്രിയയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കേന്ദ്രമായുള്ള ശ്രീ പത്മനാഭ നാട്യകലാക്ഷേത്രത്തിലെ കലാകാരികൾ അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്ത കച്ചേരി ഭക്തിസാന്ദ്രമായി. ഗണപതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് രാഗമാലികയിൽ ആദ്യ താളത്തിൽ ചിട്ടപ്പെടുത്തിയ കൃതിയിൽ ആരംഭിച്ച നൃത്ത കച്ചേരിയിൽ
ശാസ്ത്രീയ സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും സമന്വയിപ്പിച്ച് ചിട്ടപ്പെടുത്തിയ ഗണേശം നൃത്തം കണ്ട് ആസ്വദിക്കാനെത്തിയവർക്ക് നവ്യാനുഭവമായി. തുടർന്ന് അവതരിപ്പിച്ച രാഗമാലികയിലെ അർദ്ധനാരീശ്വര നൃത്തവും കാബിരാഗത്തിലും ആദിതാളത്തിലും ചിട്ടപ്പെടുത്തിയ രാസലീലയും ശ്രദ്ധേയമായി. തുടർന്ന് വേദിയിൽ അരങ്ങേറിയ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന നൃത്താസ്വാദകർക്ക് ഭക്തിയിലൂടെ മനുഷ്യ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യവിരുന്നായിരുന്നു. പ്രായത്തിൽ കുറഞ്ഞ കലാകാരികളോടൊപ്പം പ്രായത്തിൽ മുതിർന്ന കലാകാരികളും ചേർന്നാണ് 2 മണിക്കൂർ നീണ്ടുനിന്ന ശാസ്ത്രീയ നൃത്ത കച്ചേരി അവതരിപ്പിച്ചത്. ശാസ്ത്രീയ നൃത്തത്തിൽ പുതുമകൾ പരീക്ഷിക്കുന്ന ഡോക്ടർ ലക്ഷ്മിപ്രിയയുടെ ശ്രീപത്മനാഭ നാട്യകലാക്ഷേത്രത്തിന്റെ പഠന കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് വഴുതക്കാടും ചാക്കയിലുമാണ് പ്രവർത്തിക്കുന്നത്. പേരിൽ പൊരുത്തക്കേട്. ലക്ഷത്തിലേറെ പേരുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധു. ആധാറിലെയും റേഷൻ കാർഡിലെയും പേരുകളുടെ പൊരുത്തക്കേട് മൂലം സംസ്ഥാനത്ത് ലക്ഷത്തിലേറെ പേരുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അസാധുവാക്കി. റേഷൻ കടയിലെ ഇ പോസ് യന്ത്രത്തിൽ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയവരുടേതാണ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അസാധുവാക്കിയത്. മസ്റ്ററിംഗ് നടത്തിയവരിൽ ചിലരുടെ റേഷൻ കാർഡിലെയും ആധാറിലെയും പേരുകൾ പൊരുത്തക്കേടുണ്ട്. അത് 30% കൂടിയാൽ മസ്റ്ററിംഗിന് സാധുത നൽകില്ല. ഭക്ഷ്യധാന്യം ഉൾപ്പെടെ ഇതുമൂലം തടഞ്ഞുവെക്കാനിടയുണ്ട്. ആദ്യഘട്ട മസ്റ്ററിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പേരിലെ പൊരുത്തക്കേട് മൂലമുള്ള പ്രശ്നം സിവിൽ സപ്ലൈസ് അധികൃതർ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ മസ്റ്ററിംഗ് അസാധുവാക്കപ്പെടുന്നവരുടെ കാര്യത്തിലുള്ള തുടർ നടപടിയെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരലടയാളം നൽകിയവർ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കരുതിയാണ് മടങ്ങുന്നത്. എന്നാൽ താലൂക്ക് തല പരിശോധനയിൽ മസ്റ്ററിംഗ് അസാധുവാക്കപ്പെട്ട കാര്യം അവരറിഞ്ഞിട്ടില്ല. മഞ്ഞ, പിങ്ക് കാർഡുകളിലായി സംസ്ഥാനത്ത് 1.56 കോടി പേരുടെ മസ്റ്ററിംഗ് ആണ് ഇതുവരെ പൂർത്തിയായത്. അതിൽ 20 ലക്ഷത്തോളം പേരുടെ മസ്റ്ററിംഗിന്റെ സാധുത പരിശോധിക്കാനുണ്ട്. അതുകൂടി കഴിയുമ്പോൾ അസാധുവായവരുടെ എണ്ണം ഇനിയും ഉയരും. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെയാണ് മസ്റ്ററിംഗിന് അനുവദിച്ചിട്ടുള്ള സമയം. അസാധുവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ അതിനുശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിരലടയാളം പൊരുത്തപ്പെടാത്തതിനാൽ മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവരുമുണ്ട്. ഐറിസ് സ്കാനറിന്റെ സഹായത്തോടെ ഇവരുടെ കണ്ണടയാളം സ്വീകരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും. എന്നാൽ റേഷൻ കടകളിൽ ഐറിസ് സ്കാനർ ഇല്ല. അതിനാൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാനാണ് സാധ്യത. പ്രവാസി മലയാളികൾക്ക് പുതിയ ലൈസൻസ് എടുക്കുന്നതിനും കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ പുതുക്കുന്നതിനും ഒരു ദിവസം 5 സ്ലോട്ടുകൾ നീക്കിവെച്ചിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇതനുവദിക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മടിച്ചാൽ തന്റെ ഓഫീസിൽ പരാതിപ്പെടാമെന്നും ഉടൻ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന് പുറത്തു താമസിക്കുന്ന മലയാളികൾക്കായി ഒരു ദിവസത്തെ ടെസ്റ്റിന് വേണ്ടിയുള്ള 40 സ്ലോട്ടുകളിൽ 5 എണ്ണം മാറ്റിവെച്ചിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവുണ്ട്. ഇത് തരാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മടിച്ചാൽ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടണം. പ്രൈവറ്റ് സെക്രട്ടറിക്ക് പരാതി നൽകിയാൽ അപ്പോൾ തന്നെ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപേക്ഷ നൽകിയാൽ ഒരു തീയതി ലഭിക്കും. ആ തീയതിയുമായി RTOയെയോ ജോയിന്റ് RTOയെയോ സമീപിച്ചാൽ ആവശ്യപ്പെടുന്ന ഏറ്റവും അടുത്ത തീയതി അനുവദിക്കും. തന്നില്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് ബന്ധപ്പെടാം. കർശനമായ നിർദ്ദേശം RTOമാർക്കും ജോയിന്റ് RTOമാർക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും മന്ത്രി എന്ന നിലയിൽ തന്റെയും ഉത്തരവുണ്ട്. കാലാവധി കഴിയുന്നതിന് 6 മാസം മുൻപേയും ലൈസൻസ് പുതുക്കാം. തീർന്നാൽ 1 വർഷത്തിനുള്ളിൽ വരെ ഫൈൻ അടയ്ക്കാതെ പുതുക്കാം. പക്ഷേ ആ സമയത്ത് വാഹനം ഓടിക്കാൻ പാടില്ല. അടുത്ത 4 വർഷത്തിനുള്ളിൽ ഫൈനോടെ പുതുക്കാം. 4 വർഷം കഴിഞ്ഞാണെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് ലഭിക്കുന്നത് മുതലുള്ള നടപടികളിലൂടെ വീണ്ടും കടന്നു പോകേണ്ടി വരുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പരിവാഹൻ വെബ്സൈറ്റിലെ സാരഥി ലിങ്ക് വഴി വിദേശത്ത് നിന്നും അപേക്ഷ നൽകാം. പണം ഓൺലൈനായി അടയ്ക്കാമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കേരളത്തിന് ഇന്ന് 13 ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. കാസർഗോഡ് ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം അടുത്ത 3 മണിക്കൂർ കേരളത്തിലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ താഴെ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടവപ്പാതിയും തുലാവർഷവും പരസ്പരം കണ്ടുമുട്ടുന്ന അപൂർവ പ്രതിഭാസമാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും ഇടവപ്പാതി എന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയിട്ടും കേരളത്തിന്റെ ആകാശത്തു നിന്ന് ഇനിയും വിട്ടൊഴിഞ്ഞിട്ടില്ല. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ നീളുന്ന തുലാവർഷം അഥവാ വടക്കു കിഴക്കൻ മൺസൂൺ ഒരാഴ്ച കഴിഞ്ഞാൽ ഇങ്ങെത്തുകയും ചെയ്യും.
രണ്ടു കാലവർഷങ്ങൾ ഇടകലരുന്ന അപൂർവതയ്ക്ക് പിന്നാലെ വർഷാവസാനം കേരളത്തിന് പെരുമഴക്കാലം തന്നെയായി മാറുമെന്നാണ് നിഗമനം. ഔദ്യോഗികമായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസണായി കണക്കാക്കപ്പെടുന്ന കാലയളവിൽ കേരളത്തിന് ലഭിച്ച മഴ ശരാശരിയിലും 16% കുറവാണ്. എന്നാൽ 19% വരെ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കിൽ സാധാരണ മാത്രമാണ്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ 1718.8 മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ പെയ്തത്. പ്രതീക്ഷിച്ചിരുന്നത് 2049.2 മില്ലിമീറ്ററും. 2018 മഹാപ്രളയം മുതൽ ഇക്കഴിഞ്ഞ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം വരെ നീളുന്ന മഴപ്പേടി ഇപ്പോഴും തളം കെട്ടിക്കിടക്കുന്നുണ്ട് കേരളത്തിന്റെ മണ്ണിലും മനസ്സിലും. അതിനിടെയാണ് വരാനിരിക്കുന്ന തുലാവർഷം അതിവർഷമാകുമെന്ന പ്രവചനം. നിയമസഭയിൽ അസാധാരണമായ നാടകീയ രംഗങ്ങൾ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ പോരാടിയതോടെ സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള കലുഷിത അന്തരീക്ഷമാണ് സഭയിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയ ചർച്ച 12 മണിക്ക് നടത്താൻ നേരത്തെ അനുമതി നൽകിയിരുന്നെങ്കിലും വൻ ബഹളമായതോടെ സഭ പിരിഞ്ഞു. ഇതോടെ അടിയന്തര പ്രമേയ ചർച്ചയും നടന്നില്ല. അതിരൂക്ഷ ഭാഷയിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിൽ നേർക്കുനേർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അഴിമതിക്കാരനെന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് ചുറ്റും അവതാരങ്ങളാണെന്നും ജനം എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും മുഖ്യമന്ത്രിക്ക് അറിയില്ലെന്നും കുറ്റപ്പെടുത്തി. അഴിമതിക്കെതിരായ പിണറായിയുടെ പരാമർശം ചെകുത്താൻ വേദമോതും പോലെയാണെന്നും വി ഡി സതീശൻ പരിഹസിച്ചു. പിന്നാലെ രൂക്ഷഭാഷയിൽ പിണറായിയും മറുപടി നൽകി. നിങ്ങൾക്ക് നിലവാരമില്ലെന്നും എന്നെ അഴിമതിക്കാരനാക്കാൻ നോക്കേണ്ടെന്നും ജനം വിശ്വസിക്കില്ലെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. സമൂഹത്തിനു മുന്നിൽ പിണറായി വിജയൻ ആരാണെന്നും സതീശൻ ആരാണെന്നും അറിയാം. പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. പ്രതിഷേധിച്ചെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർ കസേരയ്ക്ക് സമീപത്തേക്ക് ചാടിക്കയറി. സ്പീക്കറുടെ ഡയസിൽ ബാനർ കെട്ടി. ഡയസിൽ കയറി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. മാത്യു കുഴൽനാടൻ അടക്കമുള്ളവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പിടിച്ചു മാറ്റേണ്ടി വന്നു. പിന്നാലെ ഭരണപക്ഷം മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരന്നു. പ്രതിഷേധം കടുത്തതോടെ ഭരണനിരയും നടുത്തളത്തിലിറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നടക്കുന്നതിനിടെ സഭാ TV കട്ട് ചെയ്തു. പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള സ്പീക്കർ AN ഷംസീറിന്റെ ചോദ്യം പ്രതിപക്ഷം ഏറ്റുപിടിക്കുകയായിരുന്നു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടെയാണ് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ ചോദിച്ചത്. സ്പീക്കറുടേത് അപക്വമായ ചോദ്യമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. നക്ഷത്രമിട്ട ചോദ്യങ്ങൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് പ്രതിപക്ഷം സഭയിൽ ആയുധമാക്കിയിരുന്നു. സഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ഹനിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ തദ്ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണെന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത്. ഇതിനു പിന്നാലെ പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി. നേതാക്കൾ തിരികെ സീറ്റിൽ പോയിരിക്കണമെന്നും ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുമായിരുന്നു സ്പീക്കറുടെ ചോദ്യം. T20 പരമ്പരയിൽ ആദ്യ ജയം ഇന്ത്യക്ക്. തോൽപ്പിച്ചത് ബംഗ്ലാദേശിനെ. 19.5 ഓവറിൽ ബംഗ്ലാദേശ് എടുത്ത സ്കോർ 11.5 ഓവറിൽ മറികടന്ന ഇന്ത്യ പരമ്പരയിൽ ആദ്യ ജയം സ്വന്തമാക്കി. 7 വിക്കറ്റുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ഗ്വാളിയോറിലെ മാധവറാവു സിന്ധ്യ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് ഉയർത്തിയ 128 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നിഷ്പ്രയാസം മറികടക്കുകയായിരുന്നു. 16 പന്തിൽ 39 റൺസ് നേടിയ ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഓപ്പണറായി എത്തിയ സഞ്ജു സാംസൺ 19 ബോളിൽ നിന്ന് 29 റൺസ് നേടി. സഞ്ജു സാംസൺ ഇന്ത്യൻ ഇന്നിംഗ്സിന് മികച്ച തുടക്കം നൽകി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 14 ബോളിൽ 29 റൺസ് എടുത്ത് വിജയിച്ചതോടെ 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി.